എന്തേ? എങ്കില് ചായ ഇന്നു മുതൽ എന്റെ കയ്യിൽ നിന്ന് ആക്കൽ കുടിക്കാൻ പോകുന്നത്. ഐശ്വര്യ പറയുന്നത് പോലെ ഞാൻ കാമുകിയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക് പ്രമോഷൻ നേടുക. അഖിലിന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ഞാനിതാ ഒരു ചുവട് കൂടി അടുക്കാൻ പോവുക. കൃത്യസമയത്ത് വിസ്മയം ഞാനും ഉണ്ടാവും. ശരി ശരി, അറേഞ്ച്മെന്റ്സ് ഒക്കെ ഗംഭീരമാവണം. ദേ, സ്റ്റേജ് കളർഫുൾ ആവണം. പിന്നെ അവളുടെ റെമ്യൂണറേഷൻ കൂടാതെ വിസ്മയക്ക് ഒരു ക്ലാസ് ഗിഫ്റ്റ് കൊടുക്കണം. അവൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടേ സെപ്പറേറ്റ് AC റൂം വേണം. വിസ്മയ വരുന്ന കാറ് പാർക്ക് ചെയ്യുന്നതും പ്രത്യേക ഭാഗത്തായിരിക്കണം. അവളെ സ്വീകരിക്കുന്നതൊക്കെ ഗംഭീരമാവണം. ശരി ശരി, ഓക്കെ ഓക്കെ. തലേന്ന് ഞങ്ങള് സ്റ്റേജ് കാണാൻ വരും. പിന്നെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്പേസും കാര്യങ്ങളും ഒക്കെ സ്റ്റേജിൽ ഉണ്ടാവണം. അപ്പൊ എല്ലാം ശരി, ഓക്കെ. സിറ്റി ക്ലബിന്നാ വ്യാഴാഴ്ചത്തെ പ്രോഗ്രാമിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് വിളിച്ചതാ. സത്യം പറഞ്ഞ മമ്മി, എനിക്ക് ടെൻഷൻ ആവുക. അവള് വരുമോ? എനിക്ക് സംശയം. എനിക്ക് ഒരു സംശയവുമില്ല, അവള് വന്നിരിക്കും. ഉറപ്പായിട്ടും വന്നിരിക്കും. പറഞ്ഞില്ലേ, ദൈവത്തെ ഇറക്കിയാ നമ്മൾ കളിച്ചിരിക്കുന്നെ. ആ സന്യാസി പറഞ്ഞത് അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഇനി അഥവാ അവള് വന്നില്ലെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. അവള് വരും, പാടും, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവത്തിനാണ് സത്യം. ഗുഡ് മോർണിംഗ്. ജോഗിങ് കഴിഞ്ഞ് വന്നതല്ലേ, ഒരു ചൂട് ചായ. ശ്യാമ എവിടെ? ഭാര്യ തന്നാലേ കുടിക്കൂ. ഇതങ്ങോട്ട് കുടിക്ക്. ഒരു പഴയ ഫ്രണ്ട് സ്നേഹത്തോടെ തരുമ്പം അത് സ്വീകരിക്കണം. അതാണ് മാനേഴ്സ്. ഇല്ലെങ്കിൽ ദേ ഞാൻ പിണങ്ങും. ഭാര്യയുടെ ഗുരുവാണ് ഞാൻ. മത്സരത്തിൽ ഭാര്യ ജയിക്കണോ തോക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നെ. അത് മറക്കണ്ട. ശരി, ഞാൻ ചായ കുടിക്കാത്ത കാരണം ശ്യാമ തോക്കണ്ട. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാന്ന് വെച്ചാ അടിപൊളിയല്ലേ? ശ്യാമേ, ഞാൻ ശ്യാമയോട് പറഞ്ഞില്ലേ, കോളേജിൽ ഇങ്ങനെ തന്നെയാ. ഞാനിനി വിഷം കലക്കി കൊടുത്താലും ശരി, സന്തോഷത്തോടെ വാങ്ങിക്കുടിക്കും. തന്റെ ടീച്ചർ ചായ കൊണ്ടുവന്ന് നിർബന്ധിച്ചപ്പോ പിന്നെ അതങ്ങ് കുടിക്കാന്ന് കരുതി. കള്ള, ഞാൻ നിർബന്ധിച്ചോ? നീ ഒരു ചടങ്ങിനെന്ന പോലെയല്ലേ വേണ്ടെന്ന് പറഞ്ഞ്, എന്നിട്ടിപ്പൊ കാല് മാറുന്നോ? തന്റെ ഈ ടീച്ചറെ കൊണ്ട് തോറ്റടോ ശ്യാമേ. കോളേജിൽ ഇങ്ങനെയായിരുന്നു, ഒരേ വാചകടി. ശ്യാമ, അഖിലിന് ഇനി മുതൽ വേണമെങ്കിൽ ഞാൻ തന്നെ ചായ കൊടുക്കാം. വന്ദൻ ഇത് എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊക്കെ രസല്ലേടോ.
അത് പോട്ടെ, ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഉം. ശ്യാമേ, ഇന്നലെ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ നീ തള്ളിക്കളഞ്ഞു. അത് പോട്ടെ, അതൊക്കെ നിന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാ. വീണ്ടും അതുപോലൊരു കാര്യം പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ. എന്താ അമൃതേടത്തി? എന്റെ അനിയൻ അഖിലിനെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ കളങ്കമില്ലാത്തവനാ. എങ്കിലും ഒരു പെണ്ണ് വിചാരിച്ച അവന് മോശക്കാരനാക്കാൻ പറ്റും. എന്താ അമൃതേടത്തി? കാര്യം തുറന്നു പറയും. എനിക്കിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ വല്ലാത്ത സങ്കടമുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇന്നലെ രാത്രിയില് അഖി ഒരു പക്ഷേ നിഷ്കളങ്കമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ പെണ്ണിനെ സൂക്ഷിക്കണം, വന്ദനയെ. അവള് ശരിയല്ല. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, അവള് ശരിയല്ല. എന്ത് കാര്യമുണ്ടെങ്കിലും അഖിൽ സാർ എന്നോട് പറയുന്നതാ. എന്തുകൊണ്ടാ ഇത് മാത്രം പറയാതിരുന്നത്? ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ശ്യാമേ. പക്ഷേ ആ പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. കാട്ടുകുരങ്ങിനെ പോലെയാ ചിലപ്പോഴൊക്കെ മനുഷ്യന്മാരുടെ മനസ്സ്. അത് ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് പെട്ടെന്ന് ചാടിക്കയറും. നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാ ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അത് നീ കേൾക്കണം. എന്തൊരൊരുക്കോ! കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരുങ്ങട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അതെ, താൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനെന്ത് പറയാനാ? പറഞ്ഞാലും ഇപ്പൊ ആര് കേക്കാനാ? എനിക്ക് പറയാനുള്ളതൊക്കെ കേക്കാൻ പാവം എന്റെ കൃഷ്ണൻ മാത്രല്ലേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ ഞാൻ കൃഷ്ണനോട് പറഞ്ഞോളാം. എന്താടോ പ്രശ്നം? എന്താ? ഒരു പ്രശ്നവും ഇല്ല. നമുക്കാരോടും ഒരു പ്രശ്നവുമില്ലേ? എവിടെ? എന്ത്? എന്റെ ഓഫീസ് ബാഗ് എവിടെയെന്ന്? എടോ, എടുക്ക്, ഓഫീസ് ബാഗ് എടുക്ക്. ഓ, ബാഗൊക്കെ എടുത്തരാൻ വേറെ ആളുണ്ടല്ലോ. ഹലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഉറക്കെ പറയണം. ഉറക്കെ പറഞ്ഞിട്ട് വേണം അവിടെ കേട്ടിട്ട് ഹായ് അഖിൽ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വരാനായിട്ട്.
എനിക്ക് ഒരു ചായ കൂടി വേണം. ആ, ചായ തരാനൊക്കെ വേറെ ആളുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി. ദേ, എനിക്ക് ചായ തരാനുള്ള ആളല്ലേ ഇവിടെ നിൽക്കുന്ന. അതൊക്കെ മുമ്പായിരുന്നല്ലോ, ഇപ്പൊ അതിനൊക്കെ ആളുണ്ടല്ലോ. നമ്മളൊക്കെ ആരപ്പാ? നമ്മളൊരു പാവം ശ്യാമ, ഒരു പൊട്ടിപ്പെണ്ണു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂല്ലോ. ആ, പക്ഷേ ഒരു കാര്യം, എന്നെ അങ്ങനെ എന്നും മണ്ടിയാക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ആ, എടോ, ആ കുട്ടി ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യുന്നതാ. വേണ്ട, എന്നെ തൊടണ്ട. ആഹാ, ഞാൻ തൊടും. ചേടാ, ഞാൻ പറഞ്ഞു എന്റെ ദേഹത്ത് തൊടണ്ടാന്ന്. ഞാൻ തൊടും. വേണ്ട, വിട്. ഇല്ല, വിടില്ല. ഉയ്യോ. ആ. ഊ. ആ. സർ, എന്നെ പറ്റിക്കൊന്നും വേണ്ട കേട്ടോ. സർ, സാറേ, സാറേ, സർ, 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 അയ്യോ, എന്തു പറ്റി? സർ, സർ, സാറിനെ പറ്റിക്കുവാണോ? ദൈവമേ, സാർ എനിക്ക് സർ, സർ, അഖിൽ സർ, ഈശ്വര, സാർ ഞാൻ അറിയാതെ ചെയ്തതാ. സാർ, എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അഖിൽ സർ, സാറിനെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതാ. സാർ, 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 ഈശ്വര, കണ്ണ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എനിക്ക് സാറിന് ഒരു അംശം പോലും സംശയമില്ല. ദൈവമേ, സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണ, അഖിൽ സാറിനൊന്നും വരുത്തല്ലേ. സാർ, സാർ, കണ്ണ, ഞാൻ സാറിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഈ ദേഷ്യം അഭിനയിച്ചതാ. അഖിൽ സാറിനൊന്നും വരുത്തല്ലേ എന്റെ കണ്ണ. ഈശ്വരൻ. ഓഹോ, പറ്റിക്കാനായിരുന്നല്ലേ ദേഷ്യം അഭിനയിച്ചത്? അതെ കൃഷ്ണ, ഞാൻ പറ്റിക്കാം. എന്നെ പറ്റിച്ചതല്ലേ? ഞാൻ എന്തോ ഒരു പേടിച്ചു പോയെന്നറിയോ? പേടിച്ചു പോയോ? എന്നാലേ തനിക്ക് ഞാനൊരു കാര്യം തരാം. ഇതെന്റെ ശ്യാമയ്ക്ക് പേടി മാറാൻ. ആ, ശരി, പോയിട്ടാ. ശരിയല്ല, ഈ രൂപമേ ശരിയല്ല. നിനക്കൊന്ന് വെളുത്തൂടായിരുന്നോ? അഖിൽ സാറ് കോളേജിൽ പഠിച്ചിരുന്നപ്പോ ടീച്ചറിനെ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കാണും. കാരണം
ടീച്ചറിന് നല്ല കളറ്. ഓ, വലിയൊരു ദൈവം. എന്നിട്ട് നിന്റെ ഭക്തയെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? പുതിയ വീടൊക്കെ വെക്കുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ കൊണ്ട് നിർത്താം. അതിന് എന്നെ കൊള്ളു. ഇനിയും ഒക്കെ എന്റെ തോന്നലായിരിക്കുമോ? അഖിൽ സാറിന് എന്നെ വലിയ ഇഷ്ടമാണല്ലോ. അല്ല, എന്റെ രൂപം ശരിയല്ല. അഖിൽ സാറ് ഇന്ന് നല്ല വാക്ക് പറഞ്ഞു, സ്നേഹവും പറഞ്ഞു, എനിക്ക് ചോക്ലേറ്റും തന്നു. അപ്പൊ എനിക്ക് സന്തോഷായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് പിന്നെ ആലോചിക്കുമ്പോ ഒരു സംശയം. ഞാൻ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. നിന്നോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. ഞാൻ വരട്ടെ. ആ, അമൃത എടുത്തേ. എന്താ ശ്യാമേ, നീ എന്താ കഴിക്കാൻ വരാത്തെ? അത് ഞാൻ കഴിച്ചോളാം. എന്താ ശ്യാമേ? അല്ല, ഞാൻ വെറുതെ ചോദിക്കുന്നതാ. എടുത്തി അങ്ങനെ കരുതിയാ മതി. നീ കാര്യം പറ. അതെ, ഞാൻ എങ്ങനെയുണ്ട്? എന്ത്? നീ എങ്ങനെയുണ്ടെന്നോ? എന്നുവച്ചാ ഞാൻ അമൃതേടത്തി ആയതുകൊണ്ടാ ചോദിക്കുന്നേ. ഞാൻ കാണാനൊന്നും അത്ര പോരല്ലേ. നിറവുമില്ല, സ്മാർട്ടും അല്ല, മോഡേണും അല്ല. ആ വന്ദന ടീച്ചറാണെങ്കിൽ ദേ, വന്ദനയുടെ കാര്യമൊന്നും നീ പറയണ്ട. ഒരു വന്ദന ടീച്ചറിനെ കുറിച്ച് വ്യക്തമായിട്ട് നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലയിൽ കേറുന്നില്ല. അത് നീ തന്നെ അനുഭവിച്ചോ. പിന്നെ നീ സ്മാർട്ടല്ലെന്ന് ആരാ പറഞ്ഞേ? ബോധോദയം ഉണ്ടായോ? അന്യ പുരുഷനെ കറക്കിയെടുക്കാൻ നോക്കുന്നതാണോ സ്മാർട്ട്നെസ്? അങ്ങനെയാണെങ്കിൽ നീ സ്മാർട്ടല്ല. എടുത്തി അമൃത എടുത്തി ഒന്ന് നിന്നേ. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ദേ, ഈ ഭാഗമൊക്കെ കണ്ടോ? ഇവിടേക്ക് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പോലെ, കണ്ണിനൊന്നും ഒരു പ്രകാശം ഇല്ലാത്ത പോലെ. ആ, പ്രകാശം ഇല്ലെങ്കിലേ ഒരു ബൾബ് വാങ്ങിച്ച് കത്തിച്ചിടാം. നിനക്ക് കണ്ണിനല്ലേ പ്രകാശം ഇല്ലാതെ ഉള്ളൂ. മനസ്സിന്റെ വെളിച്ചം ആകെ പോയി കിടക്കുക എനിക്ക്. ശ്യാമേ, ഞാൻ കണ്ട ആൾക്കാരില് ഏറ്റവും സുന്ദരി നീയാ. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സുന്ദരിയാണോ? ആ, ഏയ്, ഞാൻ സുന്ദരിയാണെങ്കിൽ പിന്നെ അഖിൽ സാർ എന്തിനാ ആ ടീച്ചറിനെ പുകഴ്ത്തുന്നേ? വാങ്ങിയിട്ടില്ല. നീ ഇപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്നത്? ആ,